ാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് PSCക്കൊക്കെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ പ്രസ്ഥാനങ്ങൾ. അപ്പോൾ മലയാള സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് പാട്ട് സാഹിത്യം, മണിപ്രവാള സാഹിത്യം, സന്ദേശകാവ്യം, കിളിപ്പാട്ട് സാഹിത്യം, തുള്ളൽ സാഹിത്യം, പച്ച മലയാള പ്രസ്ഥാനം, ഖണ്ഡകാവ്യ പ്രസ്ഥാനം, നോവൽ, ചെറുകഥ, ജീവചരിത്രം, വിലാപകാവ്യം. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ പ്രസ്ഥാനങ്ങൾ. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഒന്ന് പാട്ട് സാഹിത്യം, പിന്നെ മണിപ്രവാള സാഹിത്യം, സന്ദേശകാവ്യം, കിളിപ്പാട്ട് സാഹിത്യം, തുള്ളൽ സാഹിത്യം, പച്ച മലയാള പ്രസ്ഥാനം, ഖണ്ഡകാവ്യ പ്രസ്ഥാനം, നോവൽ, ചെറുകഥ, ജീവചരിത്രം, വിലാപകാവ്യം. ഓക്കെ, പാട്ട് സാഹിത്യം, മണിപ്രവാള സാഹിത്യം, സന്ദേശകാവ്യം, കിളിപ്പാട്ട് സാഹിത്യം, തുള്ളൽ സാഹിത്യം, പച്ച മലയാള പ്രസ്ഥാനം, ഖണ്ഡകാവ്യം, നോവൽ, ചെറുകഥ, ജീവചരിത്രം, വിലാപകാവ്യം. അപ്പോൾ ഇനി ഓരോന്നെടുത്ത് നോക്കാം. മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ പ്രസ്ഥാനമാണ് പാട്ട് സാഹിത്യം. മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ പ്രസ്ഥാനം ഏതാണ്? പാട്ട് സാഹിത്യമാണ്. അപ്പോൾ ഏറ്റവും പഴയ പാട്ട് സാഹിത്യ കൃതി എന്നറിയപ്പെടുന്നത് ചീരാമ കവി രചിച്ച രാമചരിതമാണ്. ഓക്കെ, മലയാളത്തിലെ ആദ്യത്തെ പ്രസ്ഥാനം എന്ന് പറയുന്നതാണ് പാട്ട് സാഹിത്യ പ്രസ്ഥാനം. പാട്ട് സാഹിത്യ പ്രസ്ഥാനത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കൃതി എന്ന് പറയുന്നത് ചീരാമ കവി രചിച്ച രാമചരിതമാണ്. അടുത്തതാണ് മണിപ്രവാള സാഹിത്യം. ഇപ്പോൾ ചെമ്പു, സന്ദേശകാവ്യം, ഇതൊക്കെ മണിപ്രവാള സാഹിത്യത്തിന് എക്സാമ്പിളാണ്. ചെമ്പു, സന്ദേശകാവ്യം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ചെമ്പും സന്ദേശകാവ്യം എന്ന് പറയുന്നത് ഏതാണ്? മണിപ്രവാള സാഹിത്യമാണ്. ഏറ്റവും പഴക്കം ചെന്ന മണിപ്രവാള കൃതിയാണ് വൈശിക തന്ത്രം. ഓക്കെ, ഏറ്റവും പഴക്കം ചെന്ന മണിപ്രവാള സാഹിത്യമാണ് വൈശിക തന്ത്രം. എന്നാൽ ഏറ്റവും ആദ്യത്തെ മണിപ്രവാള സാഹിത്യം ഏതാണ്? AR രാജരാജവർമ്മയുടെ മലയവിലാസവും. ഏറ്റവും പഴക്കം ചെന്നത് ചോദിച്ചാൽ വൈശിക തന്ത്രവും, മണിപ്രവാള സാഹിത്യത്തിലെ ആദ്യത്തെ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ AR രാജരാജവർമ്മയുടെ മലയവിലാസവുമാണ്. ഇനി സന്ദേശകാവ്യം. അപ്പോൾ ആദ്യത്തെ സന്ദേശകാവ്യം എന്ന് പറയുന്ന ഉണ്ണുനീലി സന്ദേശമാണ് ആദ്യത്തെ സന്ദേശകാവ്യം എന്ന് പറയുന്നത്. ഇനി കിളിപ്പാട്ട് പ്രസ്ഥാനം. അപ്പോൾ കിളിപ്പാട്ട് പ്രസ്ഥാനം നമുക്കറിയാം, അധ്യാത്മരാമായണ കിളിപ്പാട്ടും മഹാഭാരതം കിളിപ്പാട്ടുമാണ്. ഓക്കെ, രണ്ട് കിളിപ്പാട്ട് പ്രസ്ഥാനങ്ങളാണ്. ഒന്ന് അധ്യാത്മരാമായണ കിളിപ്പാട്ട് പ്രസ്ഥാനവും മഹാഭാരതം കിളിപ്പാട്ട് പ്രസ്ഥാനവും. നെക്സ്റ്റ് തുള്ളൽ സാഹിത്യം. തുള്ളൽ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് 3 എണ്ണമാണുള്ളത്. പറയൻതുള്ളൽ, ശീതങ്കം തുള്ളൽ, ഓട്ടം തുള്ളൽ. 3 എണ്ണമാണ്. പറയൻതുള്ളൽ, ശീതങ്കം തുള്ളൽ, ഓട്ടം തുള്ളൽ. ഇത് ഈ ഓട്ടം തുള്ളൽ നമുക്കറിയാം കുഞ്ചൻ നമ്പ്യാർ പ്രശസ്തി ചെയ്തിരിക്കുന്നത് ഓട്ടം തുള്ളലുമായിട്ടാണ്. മറ്റ് 2 സാഹിത്യ പ്രസ്ഥാനമാണ് പറയൻതുള്ളലും ശീതങ്കം തുള്ളലും. ഇനി പച്ച മലയാള പ്രസ്ഥാനം. പച്ച മലയാള പ്രസ്ഥാനം എന്ന് പറയുന്നത് പ്രസ്ഥാനത്തിലെ ആദ്യത്തെ കൃതി എന്ന് പറയുന്നത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ച നല്ല ഭാഷയാണ്. ഓക്കെ, പച്ച മലയാള പ്രസ്ഥാനത്തിലെ ആദ്യത്തെ കൃതിയാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ച നല്ല ഭാഷ. ഇനി ഖണ്ഡകാവ്യം നോക്കാം. ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം ഏതാണ്? കുമാരനാശാൻ്റെ വീണപ്പൂവാണ്. ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമാണ് കുമാരനാശാൻ്റെ വീണപ്പൂവ്. ഓക്കെ, അതുപോലെ കുമാരനാശാനെ പറ്റി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, മഹാകാവ്യം എഴുതാതെ മഹാകവി ആയ വ്യക്തിയാണ് കുമാരനാശാൻ. കുമാരനാശാന് മഹാകവി പട്ടം നേടിക്കൊടുത്ത കൃതിയാണ് വീണപ്പൂവ് എന്ന് പറയുന്ന ഖണ്ഡകാവ്യം. ഓക്കെ, അതുപോലെ ആദ്യത്തെ നോവൽ എന്ന് പറയുന്നത് ഏതാണ്? അപ്പു നെടുങ്ങാടിയുടെ കുന്തലതയാണ്. അപ്പു നെടുങ്ങാടിയുടെ കുന്തലതയാണ് ആദ്യത്തെ നോവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പു നെടുങ്ങാടിയുടെ കുന്തലതയാണ് ആദ്യത്തെ നോവൽ. ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ചോദിച്ചാലോ? O ചന്തുമേനോൻ്റെ ഇന്ദുലേഖയാണ്. അപ്പോൾ ഇത് രണ്ടും തെറ്റിപ്പോകരുത്. ആദ്യത്തെ നോവൽ ചോദിച്ചാൽ അപ്പു നെടുങ്ങാടിയുടെ കുന്തലതയും, ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ചോദിച്ചാൽ O ചന്തുമേനോൻ്റെ ഇന്ദുലേഖയുമാണ്. ഇനി ആദ്യത്തെ ചെറുകഥ ഏതാണ്? വാസനാവികൃതികൾ. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ വാസനാവികൃതികളാണ് ആദ്യത്തെ ചെറുകഥ എന്ന് പറയുന്നത്. ഓക്കെ, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ വാസനാവികൃതികൾ എന്ന ചെറുകഥയാണ് ആദ്യത്തെ ചെറുകഥ. ഇനി ആദ്യത്തെ ജീവചരിത്രം ഏതാണ്? ആദ്യത്തെ ജീവചരിത്രം എന്ന് പറയുന്നത് വിശുദ്ധ ത്രേസ്യയുടെ ചരിത്ര സംക്ഷേപമാണ്. ഓക്കെ, വിശുദ്ധ ത്രേസ്യയുടെ ചരിത്ര സംക്ഷേപം എന്ന് പറയുന്ന
കൃതിയാണ് ആദ്യത്തെ ജീവചരിത്രം എന്ന് പറയുന്നത്. ആദ്യത്തെ ജീവചരിത്രം ഏതാണ്? വിശുദ്ധ ത്രേസ്യയുടെ ചരിത്ര സംക്ഷേപം. ഇനി ആദ്യത്തെ വിലാപകാവ്യം എടുത്തു നോക്കുകയാണെങ്കിൽ CS സുബ്രഹ്മണ്യം പോറ്റിയുടെ ഒരു വിലാപമാണ്. ഓക്കെ, CS സുബ്രഹ്മണ്യം പോറ്റിയുടെ ഒരു വിലാപകാവ്യമാണ് ആദ്യത്തെ വിലാപകാവ്യം. മറ്റു വിലാപകാവ്യങ്ങളാണ് ചങ്ങമ്പുഴയുടെ രമണൻ, നാലപ്പാട്ട് നാരായണ മേനോൻ്റെ കണ്ണുനീർ തുള്ളി. മറ്റ് വിലാപകാവ്യങ്ങൾ ഏതൊക്കെയാണ്? ചങ്ങമ്പുഴയുടെ രമണനും നാലപ്പാട്ട് നാരായണൻ മേനോൻ്റെ കണ്ണുനീർ തുള്ളിയുമാണ്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട മലയാളത്തിലെ സാഹിത്യ പ്രസ്ഥാനങ്ങൾ. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട സാഹിത്യ പ്രസ്ഥാനങ്ങളാണ്. ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമാണ് പാട്ടുസാഹിത്യം. ഏറ്റവും പഴക്കിയ പാട്ടുസാഹിത്യകൃതി രാമചരിതമാണ് ചീരാമകവിയുടെ. പിന്നെ സന്ദേശകാവ്യം, മണിപ്രവാള സാഹിത്യം. ഏറ്റവും ആദ്യത്തെ കൃതി പഠിക്കണം, പഴക്കം ചെന്നതും ഓർത്ത് നോക്കുക. സന്ദേശകാവ്യം ഏതാ? ഉണ്ണുനീലി സന്ദേശമാണ്. പിന്നെ കിളിപ്പാട്ട് പ്രസ്ഥാനം, തുള്ളൽ സാഹിത്യം, പച്ച മലയാള പ്രസ്ഥാനം. ആദ്യത്തെ ലക്ഷണബദ്ധ ഖണ്ഡകാവ്യമാണ് കുമാരനാശാൻ്റെ വീണപ്പൂവ്. ആദ്യത്തെ നോവൽ അപ്പു നെടുങ്ങാടിയുടെ കുന്തലതയും. ലക്ഷണമൊത്ത നോവൽ O ചന്തുമേനോൻ്റെ ഇന്ദുലേഖയുമാണ്. ആദ്യത്തെ ചെറുകഥ ഏതാണ്? വാസനാവികൃതികൾ. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ വാസനാവികൃതികളാണ്. ജീവചരിത്രം ഏതാണ്? വിശുദ്ധ ത്രേസ്യയുടെ ചരിത്ര സംക്ഷേപം. ആദ്യത്തെ വിലാപകാവ്യം ഏതാണ്? ഒരു വിലാപം, CS സുബ്രഹ്മണ്യം പോറ്റിയുടെ. മറ്റ് വിലാപകാവ്യങ്ങളാണ് ചങ്ങമ്പുഴയുടെ രമണൻ, നാലപ്പാട്ട് നാരായണ മേനോൻ്റെ കണ്ണുനീർ തുള്ളി. ഓക്കെ, അപ്പോൾ ഇത്രയാണ്